Namaskaram. Hello, my dear students. How are you all? I hope you all safe at home. We know that our country is going through a different situations because COVID-19. The government has declared a lockdown for the schools also. And this is only platforms to start our classes in the academic year. So today onwards, we start our classes of engineering graphics also. Okay? ഈ പ്രത്യേക ഘട്ടത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ എത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ബൃഹത്തായ ഇടപെടലുകളാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ക്ലാസുകൾ നഷ്ടപ്പെടാതെ സർക്കാർ ചാനലുകൾ വഴിയും മറ്റ് ഓൺലൈൻ സംവിധാന സഹായത്താലുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് നടപ്പിലാക്കി വരുന്നത്. ചാനലുകൾ വഴിയുള്ള ക്ലാസുകൾ ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഈ ക്ലാസുകൾ ലഭിക്കുന്നതിന് എന്തെങ്കിലും വിഷമതകളുണ്ടെങ്കിൽ അറിയിക്കണം. നമ്മുടെ സബ്ജക്റ്റായ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസുകൾ ചാനലിലൂടെ ലഭ്യമല്ല. അതുതന്നെയുമല്ല, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സുകൾ ചാനൽ വഴി പഠിക്കുക എന്നത് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ സെക്ഷൻ കൃത്യമായി ഫോളോ ചെയ്യുകയും അതാത് ദിവസങ്ങളിലെ വർക്ക്സ് അന്ന് തന്നെ ചെയ്യുകയും സംശയങ്ങൾ ക്ലിയർ ചെയ്തു പോവുകയും ചെയ്യുക. ക്ലാസ്സുകൾ പഴയതുപോലെ ആയതിനു ശേഷം നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ ഒരിക്കൽ കൂടി പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. In the first year classes, we had already studied instruments and materials used, lettering, dimensioning, geometric constructions, scales, etc. And in second year classes, we study about projections, that is projection of points, lines, planes and solids. Then isometric projection and computer aided drafting. Okay. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിഷമകരമാവുന്നത്? Many reasons are there, but the two important reasons are: first one, lack of imagination; second one, difficulty to understand the basis of engineering graphics. Engineering graphics is mainly dealing with 3D shape, so understanding this concept is difficult. ഇത് പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ഇമാജിനേഷൻ. ഇമാജിനേഷന് മാത്രമേ നമുക്ക് 3D ഷേപ്പ് മനസ്സിലാക്കാൻ സാധിക്കൂ. Imagination power varies from student to student. Improving the imagination power is not a simple thing. It will take much more time. They can improve it by practice, that is solving more number of variety problems. ഇമാജിനേഷൻ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ കുറിച്ചും അതിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ചും ധാരാളം ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ആ ഒബ്ജക്റ്റ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണം. To understand the theory of engineering graphics, the student should understand the shape and orientation of the object. First, the 3D shape with a clear idea and explanation. Then we draw the same in 2D shapes. അപ്പോൾ നമുക്കൊരു 3D ഒബ്ജക്റ്റിൻ്റെ 2D ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ 3D ഷേപ്പിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അത് ഇമാജിനേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. Consider a cube and try to explain the features of that cube using a commonly using language. It is not possible to explain the shape of that cube when the cube is not there. ആ ക്യൂബ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. അത് സാധാരണ ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു കാറിൻ്റെ IC എഞ്ചിൻ പരിഗണിക്കാം. അതെങ്ങനെ വിശദീകരിക്കാം? എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന ഭാഷ ഉപയോഗിച്ച് വരച്ച ഒരു ഡയഗ്രാം ഉപയോഗിച്ച് മാത്രമേ അത് സാധിക്കൂ. ഇവിടെയാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന ലാംഗ്വേജിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. Engineer is used to explain the 3D features of the object. There is a separate language, and that is engineering graphics. It is a language for the engineers. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമ്മൾ 3D ഷേപ്സാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ 3D ഷേപ്പിനെ 2D ഷേപ്പാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ കൺവേർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 3Dയിൽ നിന്നും 2Dയിലേക്കുള്ള കൺവേർഷനുകൾ. How 3D is converted into 2D? The answer is projection, also view. In second year classes, we have already studied about projection and view. What is projection and then what is view? To understand the concept of projection, we consider a particle. What is a particle? Particle is the smallest thing. For this, consider a chalk. Break the chalk into two and again break into two. Continues this process. Finally, we get a smallest thing that can't break, and that is the particle. Now we consider the particle. This is the particle, and you consider imaginary plane like this, and this is the particle, and this is the imaginary plane. And now we consider a imaginary line like this, and then consider a 2D shape.
And this 2D shape is similar to this 3D shape, and these two are joined by this line is called projector, and this is the object and this is the projection. അപ്പോൾ നമുക്ക് ഈ 3D ഷേപ്പിൻ്റെ 2D ഷേപ്പ് ഈ ഇമാജിനറി പ്ലെയിനിൽ ലഭിക്കുന്നു. അത് ഒബ്ജക്റ്റിൻ്റെ നിഴലല്ല, അതൊരു 3D ഷേപ്പാണോ 2D ഷേപ്പാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഇതൊരു 3D ഷേപ്പാണെന്നും അതുപോലെ ഇവിടെ ലഭിക്കുന്നത് ഒരു 2D ഷേപ്പാണെന്നും. ഇതാണ് പ്രൊജക്ഷൻ. Now we consider this plane on the page like this. We consider a particles. This is the particle and this is the imaginary plane. Now we consider a imaginary line, and here we get 2D shape. This 3D in shape and this 2D, and this is the projection of the particle. Now we consider the second particle, and this is the projection of the second particle. Now we consider a small object like this. It is a 3D shape. ഇതിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും പ്രൊജക്ഷൻ പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ഈ 3D ഷേപ്പിൻ്റെ 2D ഷേപ്പ് ഇവിടെ ലഭിക്കുന്നു. ഇതാണ് ഒബ്ജക്റ്റിൻ്റെ പ്രൊജക്ഷൻ. What is view? View is actually obtained in the mind of an observer. For that we consider an observer. Now we consider the observer here. Then he look at the object. Say like this object, the distance is only this much, so he can see the 3D shape of the object because the distance of the object is only this much. But when increase the distance, when the object is moved away from the eye position gradually, the 3D shape is converted into 2D shape. So as its distance increase, automatically the 3D shape of this object will convert the 2D shape. So distance is very important. That is why if this observer is at a long distance, in that case this observer, even though he is getting the view of the object in his mind, if the distance is that much, this object on the plane with its 2D shape. We have considered the object, also this plane and the projection. This is with 2D shape and this is with the 3D shape. Here we have considered the person, so this is the observer. So in this case, if the distance is that much, he will get the image, this image of these things on the imaginary plane. And you know the projection of the object is again like this. Only that means the view and projection are one and same. Okay, അപ്പോൾ നമ്മളിവിടെ എന്താണ് കണ്ടത്? ഒരു ഒബ്സർവർ വളരെ അടുത്തു നിന്നും ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്നു. അപ്പോൾ അയാൾക്ക് അതിൻ്റെ 3D ഷേപ്പിലേ കാണാൻ സാധിക്കുകയുള്ളൂ. അകലം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്താണ് കാണാൻ സാധിക്കുക? അതിൻ്റെ 2D ഷേപ്പ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഒബ്സർവർ വളരെ അകലെ നിന്നൊരു വസ്തുവിനെ നോക്കുമ്പോൾ ഒരു ഇമാജിനറി പ്ലെയിനിൽ ലഭിക്കുന്ന അതിൻ്റെ 2D ഷേപ്പാണ് വ്യൂ. അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ അതേ ഇമാജിനറി ലഭിക്കുന്ന പ്രൊജക്ഷനും ഒന്ന് തന്നെയാണ്. അതായത് അകലെ നിന്ന് നോക്കുമ്പോൾ ലഭിക്കുന്ന വ്യൂവും അതേ ഒബ്ജക്റ്റിൻ്റെ അതേ ഇമാജിനറി പ്ലെയിനിൽ ലഭിക്കുന്ന പ്രൊജക്ഷനും ഒന്ന് തന്നെയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. So the distance is that much. The projection and view are one and same. Okay. അപ്പോൾ എല്ലാവർക്കും പ്രൊജക്ഷനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് 1-2 മോഡൽസിൻ്റെ മൾട്ടി വ്യൂ പരിശോധിക്കാം. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 3ഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മൾട്ടി വ്യൂ പ്രൊജക്ഷനിലേക്ക് കിടക്കാം. അതിനായി എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഒരു വലിയ നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പെൻസിൽ തുടങ്ങിയവ എല്ലാം കരുതുക. തൽക്കാലം ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കാൻ നോക്കണ്ട. ഒരു വലിയ നോട്ട്ബുക്കിൽ നമുക്ക് എക്സസൈസുകൾ ചെയ്യാം.